ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അറഫ്ത സീരീസിലെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിനെയും മേജനെയാണ്. അദേശും മേജനെയും കൊണ്ട് ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് അവരൊരു ഡെസേർട്ട് ഓർഡർ ചെയ്യും. ഇത് കാണുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഡെസേർട്ട് കഴിക്കണമെന്ന്? നിനക്ക് ഡെസേർട്ട് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെസേർട്ട് ഓർഡർ ചെയ്യും. ഇത് കാണുമ്പോൾ മേജൻ ചോദിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ഓർഡർ ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലേ? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, നിനക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തൂടെ, നീ മിണ്ടായിരുന്നിട്ടല്ലേ? എന്തേലൊക്കെ ആവട്ടെ പുല്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഡെസേർട്ട് കൊണ്ടുവരുമ്പോൾ അവൻ അതിൽ കുറച്ച് ഓവർ കുക്ക്ഡ് ആയിട്ടുള്ളത് അവൾക്ക് തന്നെ കൊടുക്കും. ഇത് നീ എന്നെ എടുത്തോന്ന് പറഞ്ഞ് അവൻ മറ്റൊരെണ്ണം എടുക്കും. ഇത് കാണുമ്പോൾ മേജന് പണ്ട് താഹിർ അവൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന കാര്യം അവളിങ്ങനെ ഓർക്കും. അപ്പോഴാണ് അദേശിന് പെട്ടെന്ന് അവൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടാവും. അതുകൊണ്ട് അവൻ മേജനോട് പറയും, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ. ഇത് കേൾക്കുമ്പോൾ അവൾ ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അദേശ് അതിന് സമ്മതിക്കില്ല. മേജൻ പറയും, നിങ്ങൾക്ക് എന്താ ഇത്, എല്ലാതും പ്രശ്നമാണോ? ഞാനോട് വർത്തമാനം പറയാനും പാടില്ല, ഓഫീസിലേക്കും പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ 24 മണിക്കൂർ അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്കിവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, ഒരുപാട് ലേറ്റ് ആകാൻ പാടില്ല, വേഗം വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അവൻ പോയ അടുത്ത സെക്കൻഡ് തന്നെ അവൾ നേരെ നസീറിനെ വിളിക്കുകയാണ്. ഓഫീസിൽ അദേശും അവൻ്റെ വർക്കേഴ്സും കൂടി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ വാതിലും തുറന്ന് മേജൻ അങ്ങോട്ട് വരുന്നത്. അവളുടെ കൂടെ തന്നെ നസീറും ഉണ്ടാവും. നസീറിനെ അവളെ ഇവിടെ കാണുമ്പോൾ അവൻ ആകെ ദേഷ്യം വരികയാണ്. മേജനോട് ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് വരണ്ടാന്ന്? നിന്നെ ഈ ഓഫീസിൽ നിന്നും ഞാൻ പറഞ്ഞയച്ചതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എന്നെ ഈ ഓഫീസിൽ നിന്ന് പറഞ്ഞയച്ചു, അതിനിപ്പോൾ എന്താ? ഇത് കേൾക്കുമ്പോൾ അദേശനൊന്നും മനസ്സിലാവില്ല. അപ്പം നസീർ പറയും, അവൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ നീ അവളെ ഈ ഓഫീസിൽ നിന്ന് ഔട്ടാക്കിയത്, പക്ഷേ ഞാൻ അവളെ എൻ്റെ കമ്പനിയിലേക്ക് എടുത്തു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ അദേശിൻ്റെ കൺട്രോൾ പോയി അവൻ്റെ അടുത്തേക്ക് ചെല്ലായിരിക്കും. മേജൻ അവനെ തളഞ്ഞിട്ട് പറയും, നസീർ നീ ഇപ്പോൾ തൽക്കാലം എവിടെ നിന്ന് പോയിക്കോ, ഇത് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോകും. അദേശ് മേജനോട് ചോദിക്കും, നീ എന്ത് ധൈര്യത്തിലാണ് അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ്റെ കൂടെ ഒന്നിന് പോകരുതെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, നിങ്ങൾ എന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കി നേരിച്ച് എനിക്ക് വേറൊരു കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചവരാണ്, അതായത് നീ എൻ്റെ ഭാര്യ, എന്നിട്ട് നീ ആ നസീറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് വെറും 187 ദിവസത്തിൻ്റെ കണക്കല്ലേ, ദിവസങ്ങളെല്ലാം ഇപ്പോൾ വേഗം വേഗം പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നസീറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്തിനാണ് അവൻ്റെ അടുത്ത് ജോലി ചെയ്ത് മാറി നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അവൾ അവനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശം നല്ല ദേഷ്യം വരും. മേജൻ, ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ മേജൻ അവനോട് പറയും, നോക്ക് അദേശ്, നീയും നസീറും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്കെന്തായാലും എൻ്റെ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നേ ഉള്ളൂ. അതുമല്ല, നാളെയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ലോഞ്ച്, അതെന്തായാലും നടക്കാൻ പോകുന്നില്ലെന്ന് അദേശ് അവളോട് പറയും. പക്ഷേ അതെന്തായാലും നടന്നിരിക്കുന്നു അവൾ അവനോട് പറയും, വേണമെങ്കിൽ ഞാൻ നിനക്ക് അതിൻ്റെ ഇൻവിറ്റേഷൻ അയച്ചു തരാം, അപ്പം നിനക്ക് മനസ്സിലാവും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കായിരിക്കും. അദേശ് അവളെ തടഞ്ഞോട് പറയും, നോക്ക് മേജൻ, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എങ്കിൽ അത് നടക്കുന്നവരെ അതിൻ്റെ പിറകിൽ നിന്ന് ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും, ഞാൻ ഒരിക്കലും വിട്ടെടുക്കാൻ പോകുന്നില്ല. നീ അതിന് ഇപ്പോഴല്ലേ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നത്, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്, എന്നോടാണ് നീ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. എങ്ങനെ ജയിക്കണം എങ്ങനെ തോൽക്കണം എന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ നീ എന്തായാലും തോറ്റുപോകും, കാരണം എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോകും. ഇതെല്ലാം കാണുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഹൈദറിന് ഷാഹിനെ കിട്ടിയ കാര്യം കാണിക്കുന്നുണ്ട്. ഷാഹിനോട് ഹൈദർ ഒരുപാട് തവണ ചോദിക്കും ഇതിനെല്ലാം പിറകിൽ ആരാണ്. അവനെ ഒരുപാട് തവണ ടോർച്ചർ ചെയ്യും, പക്ഷേ അവൻ ഒന്നും പറയുന്നില്ല. അവനൊരിക്കലും കാര്യം പറയാൻ പോകുന്നില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഹൈദർ അവനെ ഷൂട്ട് ചെയ്ത് കളയും. ഈ കാര്യമെല്ലാം ജമാൽ അറിഞ്ഞ് അത് അദേശിനോട് പറയുന്നുണ്ട്. അവനോട് പറഞ്ഞ സ്ഥലത്ത് നിന്നാൽ പോരായിരുന്നു, എന്തിനാണ് വെറുതെ പുറത്തിറങ്ങി കളിച്ചത്, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഉണ്ടായത്. അവൻ്റെ ഷൗക്കുയിൽ തന്നെ തോണ്ടിയെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അവനോട് പോകാൻ പറയും, ഇത് ഞാൻ തന്നെ ചെയ്തോളാം. അയാൾ ആദ്യമൊന്നും അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മേജൻ നിർബന്ധിക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം മേജൻ തന്നെ ആ കാർ ക്ലീൻ ചെയ്യാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അദേശം അങ്ങോട്ട് വരും. നീ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്കെന്താ കണ്ട മനസ്സിലാവില്ലേ? എൻ്റെ കയ്യിൽ ബക്കറ്റുണ്ട്, സോപ്പുണ്ട്, പിന്നെ ഒരു കാറുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ബുദ്ധിയുള്ള ഒരാൾക്ക് സാധാരണ മനസ്സിലാവാറുണ്ട് ഞാൻ കാർ വാഷ് ചെയ്യണമെന്ന്. നിനക്കെന്താ അത് മനസ്സിലായില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, നീ ഇപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത്. അതെന്താ ഇപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? നിങ്ങളെന്തായാലും എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്ത് ജീവിക്കാമെന്ന് ഞാനും വിചാരിച്ചു. മേജനാണെങ്കിൽ കാർ വാഷ് ചെയ്തതിനേക്കാൾ ഫോക്കസ് ചെയ്യുന്നത് അദേശിൻ്റെ മേത്തേക്ക് ആ സോപ്പ് പത ആക്കുന്നതാണ്. ഇതെല്ലാം കണ്ട് അദേശ് ദേഷ്യം വന്ന് അവളുടെ അടുത്തേക്ക് വരും. നീ അപ്പം ഈ ജോലിയാണല്ലേ ഇനി ചെയ്യാൻ പോകുന്നത്, എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ആ
സാധനം വലിച്ചു വാങ്ങിയെടുക്കും. അതിനുശേഷം അവൻ അവിടെ ആ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനും അവൾ ചെയ്ത അതേപോലെ തന്നെ ആ സോപ്പിന്റെ പതയെല്ലാം അവളുടെ മേത്തേക്ക് തെറിപ്പിക്കുകയാണ്. എന്താ ഇത്, എന്തൊരഴുക്കാ, ഇങ്ങനെയാണോ നീ കാറ് വാഷ് ചെയ്യാൻ പോകുന്നത്? ഈ പോക്ക് പോവാണെങ്കിൽ നിനക്ക് ഇവിടെ ശമ്പളമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓ, അപ്പൊ ഇവിടെ നിങ്ങൾ തന്നെയാണ് എന്റെ മുതലാളി എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നൊരു പൈപ്പ് എടുത്ത് ആ കാറ് വാഷ് ചെയ്യാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവൾ അവന്റെ മേത്തേക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്. മേർജൻ, നീ മര്യാദക്ക് നിർത്തിക്കോ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ മേത്തേക്ക് തന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവിടേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്നും ആ പൈപ്പ് പിടിച്ച് വലിച്ചു വാങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ആദേശ് റൂമിലേക്ക് പോകുമ്പോഴായിരിക്കും അവരുടെ റൂമിൽ ഒരു വലിയ ബൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ ആദേശ് ആദ്യം വലിയ മൈൻഡും ചെയ്ത് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അതിന്റെ മേലൊരു നോട്ട് ഇരിക്കുന്നത് കാണും. അത് കാണുമ്പോൾ അവരത് വായിച്ചു നോക്കും. ആ നോട്ടിലാണെങ്കിൽ ഒരുപാട് ഒലിപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് എന്തായാലും നിന്റെ കൂടെ ഇതുപോലെ ഒരുപാട് തവണ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. ലവ് യു സോ മച്ച് എന്നെല്ലാം പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ആദേശിന്റെ കൺട്രോൾ പോകും. അപ്പോഴാണ് കറക്റ്റ് സമയത്തിന് അവിടേക്ക് മേർജ് വരുന്നത്. അത് കാണുമ്പോൾ അവൻ മേർജിന്റെ അടുത്തേക്ക് ചാടി കയറാണ്. എന്താ ഇത്, ആരും എനിക്ക് ഈ ബൊക്ക തന്നത് എന്നും പറഞ്ഞ് ആ ബൊക്ക അവിടെ വലിച്ചെറിയാണ്. ഇതെല്ലാം കാണുമ്പോൾ മേർജൻ ആകെ പേടിച്ചു പോകും. അവൾക്ക് എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? മര്യാദക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ നോക്ക്. എന്റെ പൊന്നദേശ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല, ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. ആരാണ് എനിക്ക് ബൊക്ക തന്നതെന്നും എനിക്കറിയില്ല. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ആ നസീർ മാത്രമേ നിന്നോട് ചെയ്യൂ. അവൻ എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നീ കണ്ടോ എന്നും പറഞ്ഞ് അവൻ ആ നോട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കും. എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? നീ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്ന് അവൻക്ക് അറിയില്ലേ? നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. എന്നിട്ട് എൻ്റെ ഭാര്യയോട് അവൻ എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ അവനോട് ഇത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതെല്ലാം കേൾക്കുമ്പോൾ മേർജിന് നല്ല ദേഷ്യം വരും. ആദേശ്, നീ എത്ര തരം താഴ്ന്നാണ് എന്നോട് സംസാരിക്കുന്നത്? ഒരിക്കലും നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് എന്നോട് സംസാരിക്കാൻ പാടില്ല. എന്നോട് ഇങ്ങനെയൊക്കെ പറയാനും ചോദിക്കാനും നീ ആരാ എന്നും പറഞ്ഞ് അവൻ അവളോട് ദേഷ്യം പിടിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ? നിനക്ക് ഇങ്ങനെ പറയുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് കണ്ടമാരുടെ കൂടെ പോകാൻ നിൽക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ മേർജിന്റെ കൺട്രോൾ പോകും. അവൻ ആദേശിന്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ്. മേല ഇങ്ങനെ എന്നോട് സംസാരിച്ച് പോരുത്. ഒരാൾക്ക് ഇത്രയൊക്കെ തരം താഴ്ന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടെ ആകുമ്പോൾ ആദേശിന് തൃപ്തിയാവും. അവന് ദേഷ്യം പിടിച്ച് അവളുടെ അടുത്തേക്ക് വരികയായിരിക്കും. മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് പോയിക്കോ. ഇനി മേല എൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടുപോകരുത്. ഈ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഒന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് വെറുപ്പാണ് എന്ന് അവൾ അവനോട് പറയും. ഇതെല്ലാം ആകുമ്പോൾ അവൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകും. ഇപ്പം അവിടെ നടന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ആലോചിച്ച് മേർജൻ വിഷമിച്ച് കരയായിരിക്കും. അപ്പോഴാണ് അവൾക്ക് ദമയത്തെ വിളിക്കുന്നത്. മേർജൻ, എങ്ങനെയുണ്ട്? നിനക്ക് ഞാനൊരു ബൊക്ക അയച്ചിരുന്നു, അത് നിനക്ക് കിട്ടിയോ? ഇത് കേൾക്കുമ്പോൾ മേർജന് നല്ല വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ്. അവളതെല്ലാം ആലോചിച്ച് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് പറ്റി മേർജൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം നീയാണല്ലേ ആ ഫ്ലവേഴ്സ് എനിക്ക് തന്നത്? അതെനിക്ക് നസീറാണ് തന്നതെന്ന് പറഞ്ഞ് അതിൽ എഴുതിയിരിക്കുന്ന നോട്ട് കണ്ട് എന്നെ ആദേശ് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇപ്പൊ വലിയൊരു പ്രശ്നം കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. മേർജൻ, ആ ബൊക്ക നിനക്ക് ഞാൻ തന്നെയാണ് തന്നത്. പക്ഷേ നീ ഒരു നോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനങ്ങനെ നോട്ടൊന്നും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ മേർജൻ ആ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ആ നോട്ടപ്പം ആരെഴുതിയതാ? അത് കണ്ടിട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചത്. ഇതെല്ലാം ആലോചിച്ച് മേർജൻ ആ കൺഫ്യൂസ്ഡ് ആവും. ആദേശാണെങ്കിൽ ദേഷ്യം കൊണ്ട് ആ വീട് വിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അവൻ ഒറ്റയ്ക്ക് തന്നെ അവന്റെ ബൈക്ക് എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവന് നസീറിനെ മേർജനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും സംസാരിക്കുന്നതും മേർജൻ ആദേശിനെ തല്ലിയതും ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൻ ആകെ ദേഷ്യവും വിഷമവും എല്ലാം വന്ന് അവിടെ തന്നെ ഇരിക്കുകയാണ്. മേർജന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. അവൾ റൂമിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അവളും ആദേശിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. നസീറിനെ കുറിച്ച് അവൾ ആദേശിനോട് പറഞ്ഞതും ആദേശ് അവളോട് ഭയങ്കര തരം താഴ്ന്ന് സംസാരിച്ചതും എല്ലാം കാര്യങ്ങൾ ആലോചിച്ച് അവൾ അവിടെ തന്നെ ഉറങ്ങാതിരിക്കുകയാണ്. രണ്ടുപേർക്കും അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവും. ഇന്നാണ് മേർജന്റെയും നസീറിന്റെയും പ്രൊജക്ടിന്റെ ലോഞ്ച്. അതുകൊണ്ട് തന്നെ അവൾ രാവിലെ തന്നെ റെഡിയായി പുറത്തു പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജമാൽ വരുന്നത്. ആദേശ് ഇതുവരെയായിട്ട് വന്നില്ല എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയും, ഇന്നലെ മുതൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവനിനി ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ ആകെ ടെൻഷനായി ആദേശിനെ ഒന്നുകൂടി വിളിച്ചു നോക്കും. എന്തോ ഭാഗ്യത്തിന് അവനപ്പോൾ ഫോൺ എടുക്കും. ഓ എൻ്റെ ആദേശ്, ഇപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ ഫോൺ എടുക്കാൻ തോന്നില്ലോ? എത്ര നേരം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയാം ഞാൻ. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ ജമാൽ, എനിക്ക് കുറച്ച് ടൈം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. എന്തൊക്കെയാണെങ്കിലും നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തായാലും നീ ഇപ്പോൾ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. അത് കേൾക്കുമ്പോൾ ആദേശും അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് മേർജനെയും നസീറിനെയാണ്. അവർ രണ്ടുപേരും അവരുടെ ലോഞ്ചിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നസീർ അവളോട് ഒരു കാര്യങ്ങളൊക്കെ എന്നെ പറയുന്നുണ്ടെങ്കിലും മേർജൻ അതൊന്നും കേൾക്കാതിരിക്കുകയാണ്. മേർജൻ, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഇന്നലെ ഇനി എന്തെങ്കിലും സംഭവിച്ചോ? ഇത് കേൾക്കുമ്പോൾ മേർജൻ അവനോട് പറയും, കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. നമ്മളൊരു നല്ല കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ആദേശിന്റെ കാർ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ അവരാകെ ഷോക്കായി പോകും. ആദേശ് വേഗം കാറിൽ നിന്നിറങ്ങി നസീറിന്റെ കാറിന്റെ അടുത്തേക്ക് വരും. അവിടെ നിന്ന് വാതിൽ തുറന്നുകൊണ്ട് തന്നെ മേർജൻ അവിടെ നിന്ന് കൊണ്ടുവരിക്കും. ഇത് കാണുമ്പോൾ നസീർ നല്ല ദേഷ്യം വരും. നസീർ നേരെ ആദേശിനെ തല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും ആദേശ് അവനെ തിരിച്ചു തല്ലും. നിനക്ക് എന്റെ ഭാര്യയ്ക്ക് തന്നെ ഫ്ലവേഴ്സ് കൊടുക്കണം അല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ആദേശ് അവനെ തല്ലായിരിക്കും. ഇത് കാണുമ്പോൾ മേർജൻ
മജൻ ആദേശിനെ തടയും. ആദേശ്, ഞാൻ പറയുന്നത് കേൾക്ക്, അവനല്ല എനിക്ക് ദമയത്താണ് ഫ്ലവേഴ്സ് അയച്ചത്. ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നോട് ഇങ്ങനെ നുണ പറഞ്ഞ് കഷ്ടപ്പെടുന്നത് എന്ന് ആദേശ് അവളോട് ചോദിക്കും. എൻ്റെ പൊന്നാദേശ്, ഞാൻ പറഞ്ഞത് സത്യ, എന്നൊന്ന് വിശ്വസിക്കും. ഇത് കേൾക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ആ നോട്ടില്ലേ, അതായിരുന്നതാ? അതും ദമയത്ത് തന്നെ തന്നാണോ? അതെന്താണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഫാമിലിയോടെ പോയി ചോദിച്ചു നോക്ക്, നിനക്ക് ചിലപ്പോൾ ആ ഒരു ഉത്തരം പറഞ്ഞു തരും. ഇത് കേൾക്കുമ്പോൾ നസീറിനെ അവൻ അവിടെ നിന്നും വലിച്ചെറിയും. എന്നിട്ട് അവളോട് ചോദിക്കും, ഓ, അപ്പോൾ എൻ്റെ ഫാമിലിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതാണോ നീ പറയുന്നത്? അവരൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ കൈ എങ്ങനെ 2 ദിവസം മുമ്പ് ഇരുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർക്ക് ഒരു നോട്ട് എഴുതി വെക്കാനാണോ ഇത്ര പണി? എന്തായാലും എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെന്ന് എനിക്ക് വിശ്വസിക്കണ്ട എന്നും പറഞ്ഞ് അവൾ നസീറിൻ്റെ അടുത്തേക്ക് പോയിരിക്കും. അപ്പോൾ ആദേശ് അവളെ തടയും. പക്ഷേ അവൾ വീണ്ടും നസീറിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ നിൽക്കുമ്പോൾ ആദേശ് അവളെ പിടിച്ചു വലിച്ച് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ആദേശ്, ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ എനിക്കിന്ന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അതെനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, ഞാൻ നിന്നോട് കാറിലേക്ക് കയറാനാണ് പറഞ്ഞത്, കൂടുതലൊന്നും നീ തിരിച്ച് പറയാൻ നിൽക്കണ്ട. ഇതെല്ലാം കൂടി ആകുമ്പോൾ അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ ആ കാർ തന്നെ കയറിയിരിക്കും. അങ്ങനെ ആദേശ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നസീറിന് നല്ല ദേഷ്യം വരികയാണ്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറയും, നോക്കിക്കോ ആദേശ്, നിനക്കിതിനെല്ലാം തിരിച്ചു കിട്ടിയിരിക്കും. വീട്ടിലെത്തിയതിനു ശേഷം ആദേശ് മജനോട് പറയും, ആ നസീറിനെ കുറിച്ച് നീ അങ്ങ് മറന്നേക്ക്. അവൻ്റെ കൂടെ നീ ഇനി ഒരു ബിസിനസ്സും ചെയ്യാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ മജൻ, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, തടയാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. ഞാൻ പറയുന്നതെല്ലാം തിരിച്ച് ഒപ്പത്തിനൊപ്പത്തിന് പറഞ്ഞ് നിന്റെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാനേക്കാൾ നല്ലത് ഞാൻ പറയുന്നതെല്ലാം മിണ്ടാതങ്ങ് അനുസരിച്ച് കേട്ടിരിക്കുന്നതായിരിക്കും എന്ന് ആദേശ് അവളോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മജൻ അവനോട് പറയും, നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങളെ കാണാതെയും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മജൻ അവിടെ നിന്ന് വീട്ടിലേക്ക് കയറിപ്പോവും. അപ്പം അവിടേക്ക് മുസൈനും ജമാലും ആസ്ലിയും വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആദേശ് മുസൈനോട് പറയും, നിങ്ങളാണല്ലേ ആ നോട്ട് എഴുതി വെച്ചത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പിന്നിൽ നിന്നും ഇങ്ങനെ കളിക്കാൻ പാടില്ലെന്ന്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ മുസൈൻ പറയും, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കിടയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ നോട്ടിൽ എഴുതി വെച്ചത്. ഇതെല്ലാം കാണുമ്പോൾ നിനക്കെന്തിനാണ് ഇത്രയധികം ടെൻഷൻ ആവേണ്ട ആവശ്യം എന്ന് പറഞ്ഞ് മുസൈൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ആസ്ലിയും ആദേശിനോട് പറയും, അമ്മ ചെയ്തതിൽ എന്താ ഒരു തെറ്റുള്ളത്? നിനക്കിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിട്ടേ തോന്നുള്ളൂ. ഇതെല്ലാം ആ മേർജൻ കാരനാണ്. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൾ വിഷമിച്ച് അവിടെ നിന്ന് പോകും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് ജമാലിനോട് പറയും, ഇവർക്ക് രണ്ടുപേർക്കും എന്തായി സംഭവിച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇനി ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ഇവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് മേർജനെയാണ്. അവളിപ്പോൾ നടന്ന കാര്യങ്ങളിൽ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള സമയമാണിത്. ആ സമയത്ത് അവൾ അവിടെ പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം ആലോചിച്ച് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് അവൾ ആലോചിക്കും. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊരു ഐഡിയ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഫ്രണ്ടായ ഓഫീസറിനെ വിളിച്ചൊരു കാര്യം പറയും. പിന്നീട് കാണിക്കുന്നത് ജമാലിനെ ആദേശിനെയാണ്. ആദേശ് ജമാലിനോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആദേശിന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഫ്ലവേഴ്സ് അവൾക്ക് നസീറല്ല കൊടുത്തത്, ദമയത്തായിരുന്നു. ഇതെല്ലാം നസീറാന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇന്നലെ അവളെ മെക്കിട്ട് കയറാൻ നോക്കി. വെറുതെ അവൾ ഇന്നലെ എൻ്റെ വായിരിക്കുന്ന മൊത്തം കേട്ടു. പക്ഷേ ഇതെല്ലാം ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശിനോട് പറയും, ആ കാര്യത്തിൽ മേർജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അവൾക്ക് കൂടി തോന്നണ്ടേ? നീ ഫുൾ ടൈം അവളോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഓഫീസിൽ പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക എന്നെല്ലാം പറയുമ്പോൾ അവൾക്ക് പിന്നെ ദേഷ്യം വരില്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ആദേശിന് തോന്നും. അപ്പോഴാണ് ജമാലിന്റെ ഫോണിൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ജമാൽ അത് ആദേശിന് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വന്ന് നേരെ മേർജന്റെ അടുത്തേക്ക് വരികയാണ്. മേർജൻ, നീ ഇപ്പം എന്തായി ചെയ്തത്? ഞാനത് ചെയ്തുന്നോ? ഇതെല്ലാം ഇനി നീ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? നോക്കാദേശ്, ഇതിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിൽ നിനക്ക് കൂടി പങ്കുണ്ട് എന്നും പറഞ്ഞ് അവൾ അവനക്കൊരു ന്യൂസ് കാണിച്ചു കൊടുക്കും. അതിൽ പറയുന്നത് അവരുടെ ഹോസ്പിറ്റലിലെ പ്രൊജക്റ്റിന്റെ ലോഞ്ച് നടത്താൻ പോകുന്നുണ്ട്. ആ പാർട്ടിയിൽ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് ആദേശ് ഖറാനാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരും. ഇന്ന് ഇവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റിന്റെ ലോഞ്ചിങ് പാർട്ടി നടക്കുകയാണ്. അതിൽ സ്പോൺസർ ചെയ്യാൻ പോകുന്ന ആൾ നീ തന്നെയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, നീ ഇത്ര വലിയ കളിയെല്ലാം കളിക്കാൻ തുടങ്ങിയോ? ഇപ്പം നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നീ റിഗ്രറ്റ് അടിക്കും എന്ന് അവൻ അവളോട് പറയും. അതോടുകൂടി അറഫ്ത സീരീസിലെ 15ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ